ഹലോ ഗായ്സ്, എന്ത് കഥ? അങ്ങനെ ഞാനും ഐഷു ഇപ്പോൾ മുംബൈക്ക് പോകുന്നുണ്ട്. ഫുള്ള് ട്രെയിനിൽ വൈബ്. എന്തെങ്കിലും ഒന്നാമത് സീസൺ ആയതുകൊണ്ട് എല്ലാവരും ആഗ്ര ടൂർ, ഫുൾ കാശ്മീർ, ലഡാക്ക് എന്നിട്ട് ഞമ്മ പിന്നെ മുംബൈക്ക് പോകുന്നത്. ഫുള്ള് വൈബെല്ലാം പാട്ടെല്ലാം ഉണ്ട് അപ്പുറത്ത്. ഇൻഷാല്ലാ കാണിച്ചു തരാൻ പറ്റുവാണെങ്കിൽ എല്ലാം കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പോൾ ഏതൊരു സ്റ്റേഷനിൽ സ്റ്റോപ്പ് ആയിട്ടുള്ളതാണ്. ഓരോ എത്തി ഗൈസ്. സ്ഥലം എവിടെയെന്നൊന്നും അറിയില്ല. ട്രെയിനിലാണ്. യശോല് ബായ് പൊളക്കുന്നുണ്ട്. ഉറങ്ങിയിട്ടാലോ നേരെ. ഇതാണ് നമ്മളെ ബോഗി. എ സിയിലൊന്നും കിട്ടിയില്ല ഗൈസ്. നല്ല പാട്ടേർപ്പുള്ളതെല്ലാം ഉണ്ട് ഇവിടെ. കൊണ്ടുവരുമെന്ന് കരുതിച്ച് കാണിച്ചിട്ട് പ്രിയമുള്ള മകന യൂസഫ് വരവായി. നല്ല യൂസഫ് നബി തൻ അഴകിന്റെ മഴവിൽ ഒളിവായി നിറവായി. യാസീൻ നബി ഹറജായൻ വളർകുളി പൂണ്ടെണ്ണം കെട്ടിടയതിലുണ്ട്. അഭിയത് വർണ്ണമതാക്കി രണ്ടും അസുവതുമാണ്. യാസീൻ നബി ഹറജായൻ നേരം വളർകുളി പൂണ്ടെണ്ണം കെട്ടിടയതിലുണ്ട്. അഭിയത് വർണ്ണമതാക്കി രണ്ടും അസുവതുമാണ്. വരി വരി വരിയായി മരങ്ങൾ നിരയായി കുട്ടികളെ കുലത്തിൽ മലയുള്ള ഭൂമി വിലസിടുന്നേ. വരി വരി വരിയായി ഫൈനലി നമ്മൾ ഗോവയിലേക്ക് എത്തിയിരിക്കുന്നു. ഷോർക്കത്തിലുള്ള നല്ല ഗോവ നെക്സ്റ്റ് ഗോവ ആണ് ഗൈസ്. ഗോവ സ്റ്റേഷൻ. പക്ഷെ നമുക്കിവിടെ എല്ലാം ഉണ്ടായത്, അതുകൊണ്ട് നമ്മൾ എടുക്കുന്നില്ല. നമ്മൾ ഗോവയിലാണുള്ളത്. വൻ ക്രൗഡല്ല ഗോവയിലല്ല. ഇപ്പോൾ ടൂറ് വരാൻ പറ്റിയ സമയമാണ്, അതാണ് ഇത്ര ക്രൗഡ്. ഡിസംബർ അല്ല, ഇത് ക്രിസ്മസ് അത് ഇത് എല്ലാം ഒന്നാകെ വരുന്നതുകൊണ്ട് സെറ്റ് അടിപൊളി. എല്ലാ ട്രിപ്പേഴ്സ് ഫുള്ള് ടയേർഡിൽ ഗൈസ്. ഉറങ്ങുന്നുണ്ട്, നല്ല ഉറക്കിലാണ്. അങ്ങനെ ട്രെയിൻ വിടാൻ പോവുകയാണ്. ട്രെയിനിൽ കയറി എന്ത് പറയല്ലേ, ഇപ്പം എല്ലാവരും ട്രിപ്പ് വരാൻ പറ്റിയ സീസൺ ആയതുകൊണ്ട് എല്ലാവരും വരുന്നതാണ്. ഐഷു നമ്പർ ഇത് കൊണ്ട് ഇങ്ങനെ പോവാ. ഐഷു ഇവിടെ നിന്നിട്ടുണ്ട്, കയറുന്നുണ്ട്. എവിടെ കയറുന്നത് നീ? ഐഷു പോയി വീണണ്ട. ഐഷു കടക്കാൻ പോകുന്നുണ്ട് ഗൈസ്. കിടന്നോ പരങ്ങം കയറണം, അങ്ങ് കയറുന്നുണ്ട്. സെറ്റ് തന്നെ പണി. ബൈക്ക് റെസ്റ്റ് കൊടുക്കോ? കുറേ റെസ്റ്റ് കൊടുത്ത വായി. എനിക്ക് റെസ്റ്റ് കൊടുക്കാൻ താല്പര്യം. ഫൈനലി അടിപൊളി ഫാൻ കണ്ടിട്ടുണ്ട് ട്രെയിനിൽ. പൊടിയൊന്നും പൊടിച്ചില്ല, അടിപൊളി. ഐഷു നല്ല മിൽക്ക്. എന്ത് ഐഷു? അപ്പം ഡയറി മിൽക്ക് ജമ്മീൻ്റെ ഉപ്പ തന്നെ. എൻ്റെ ചങ്ങായിൻ്റെ ഉപ്പ ഐഷുക്ക് കൊടുത്തത്. വിടുന്നേല പൊടിയൊക്കെ പോയിട്ട്. അങ്ങനെ ആ ഡയറി മിൽക്ക് ഒന്ന് തോന്നിയിട്ട് ഞാൻ ഇങ്ങനെ പോവുകയാണ് ട്രെയിനിൽ. ചായ വെക്കാനുള്ള കറപ്പാപ്പ് വരുന്ന അടിപൊളി വൈബാണ് ഗേസ്. എൻജോയ് എങ്ങനെയുണ്ട്? സൂപ്പർ.
അങ്ങനെ ഫൈനലി നമ്മ മുംബൈക്ക് എത്തി ഗൈസ്. ഞാനും ഐഷും ഇങ്ങനെ നടക്കുന്നുണ്ട്. ഞാൻ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായ ഞങ്ങളെ സ്വന്തം മസ്ജിദ് ബന്ദറിലേക്ക് പോകണം. ഇന്നലെ കയറിയാണ് ഞങ്ങൾ ട്രെയിന്. ഇപ്പോൾ ഇങ്ങനെ പോവുകയാണ് ഗൈസ്. നല്ല ക്രൗഡെല്ലാം ഉണ്ട്. സമയവും പണി കഴിയുന്ന സമയമായതുകൊണ്ടായിരിക്കും നല്ല ക്രൗഡുണ്ട്. ആ നമ്മുടെ ജസ്റ്റ് ഇരിക്കാൻ പോവുകയാണ് ഗൈസ്. പിന്നെ എന്താ പറയുക, മുംബൈ അടിപൊളി. മുംബൈ ലൈഫ് വേറെ ലൈഫാണ് ഗൈസ്. ആളും ബാളും തിരക്കും അല്ല ഇഷോ. ഒരാഴ്ചത്തെ ലീവ് എടുത്തിട്ട് പോയാൽ കഴിപ്പോയി നാട്ടിൽ. ഫുൾ പൊടി നല്ല മജ എടുത്തിന് നാട്ടിൽ. പിന്നെന്താ പറയല്, ഇനി ഇൻഷാല്ലാ ഇനി ഒരു ബെത്ത് വരാനുണ്ട്. ഐഷുക്കെല്ലാം ഉറക്കം വന്നു തോന്നുന്നു. ഇനി ഒരു ബെത്ത് നാട്ടിലേക്ക് വരാനുണ്ട്. നമ്മൾ നിൽക്കുന്ന റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ ഈ റെയിൽവേ ഒരു ട്രെയിനിൽ നമ്മൾ അപ്പുറത്ത് നിന്ന് കയറിയിട്ട് വന്നിട്ട് ഇപ്പുറം വന്ന് ഇനി ഇവിടുന്ന് നേരെ നമ്മളെ മസ്ജിദ് ബന്ദറിലേക്ക് ഇനി ഒരു ട്രെയിൻ ഉണ്ട്. ആ ട്രെയിനിൽ കയറിയിട്ട് പോകണം. അതായത് ഡോങ്കേരി മുഹമ്മദ് അലി റോഡ് അതെല്ലാം ഉള്ളതാണ്. ആകെ ടിക്കറ്റിന് റേറ്റ് വരുന്നത് 40 ഉറുപ്പ്യാണ്. ഒരാൾക്ക് 20 വെച്ചിട്ടാണ് ഇവിടുന്ന് മസ്ജിദ് ബന്ദറിലേക്ക്. 1 മണിക്കൂർ 1.5 മണിക്കൂർ ഇരിക്കാനില്ല ഷോ. 1.5 മണിക്കൂർ ഇവിടുന്ന് ഇരിക്കാനുണ്ട്. അപ്പോൾ ആ 1.5 മണിക്കൂർ താണ്ടിയിട്ട് പോയിട്ടെല്ലാം ഒരു മജ എന്തായാലും എനി ടൈം ക്രൗഡ് എല്ലാം പണി കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുന്ന ആ ഒരു തിരക്കുണ്ടല്ലോ, അതാണ് ഈ മുംബൈൻ്റെ ഭയങ്കര മജ ആക്കുന്നുള്ളത്. ആ അങ്ങനത്തെ തിരക്ക്. വാ ഞങ്ങൾ എന്തെങ്കിലും വാങ്ങിയിട്ട് വരാം. കാരണം 1.5 മണിക്കൂർ അതിന് ട്രെയിനിലിരിക്കാണ്ട് നല്ല ആളുണ്ട്. മുംബൈ വേറെ തന്നെ ലൈഫാണ്. എനി ടൈം ആൾക്കാർ, അതാണ് വൈബ്. എന്താണ് ബോറടിക്കാനില്ല. നാട്ടില് ഡസ്റ്റ്ബിൻ അല്ലേ നാട്ടിലെങ്കിൽ ബോറടിക്കുന്നു. ഇവിടെ അങ്ങനെ ബോറടിക്കാനില്ല. അങ്ങനെ പോയിക്കാണ്. ഇവിടുന്ന് എന്തെങ്കിലും തിന്നാൻ എന്തെങ്കിലും ചപ്പിക്കാൻ എന്തെങ്കിലും മേങ്ങിയറായിട്ട് പോകുന്നുള്ളത്. ചെറിയൊരു ഷോപ്പ് കണ്ട് ഇടാം. ഞാനിവിടെ ഇപ്പോൾ കയറണം. എന്തെങ്കിലും ലൈസാ കൊയ്സാ മറ്റേ ഇപ്പം മേങ്ങുന്ന തോന്നി അവള്. അവളെ പോകുന്ന പോക്ക് കാണുമ്പോൾ ലൈസ് കൊയ്സ് അങ്ങനത്തെ എന്തെങ്കിലും വാങ്ങാനുള്ളത്. ബിസ്ക്കറ്റോ ഇല്ല ഗൈസ്, ബിസ്ക്കറ്റ് പോലും വേണ്ട. കുറേ ലൈസെല്ലാം തൂക്കിയിട്ടുണ്ട് ഇവിടെ. പൈസ ഡേ ആയിട്ട് ഒരു ക്രീം പെന്നും ബിസ്ക്കറ്റും പിന്നെ ഒരു പെപ്സി എടുത്ത് ഗൈസ്. വീട് ചേർത്തേക്കോ എന്താ വൻ സൗകര്യം വീടിൻ്റെ ഉള്ളിൽ. അപ്പോൾ കിട്ടണേ ഭായി എന്താ പറയുക, ഫൈനലി നമുക്ക് ട്രെയിൻ കിട്ടി. ഇത് ഇവിടുത്തെ ലോക്കൽ ട്രെയിനാണ്. എന്താ പറയുക എല്ലാം കുറേ ഫുള്ള് ട്രെയിനെല്ലാം ഫുള്ളാണ്. ഐഷു നല്ലതാ. എന്താ ഇഷ്യൂ തോന്നുന്നത്? ക്രീം പെന്ന് നല്ല ഉണ്ടോ? ഐഷു നല്ല ക്രീം പെന്ന് ഒന്നുണ്ട്. ഞാനൊരു ക്രീം പെന്ന് തിന്നാൻ പോവുകയാണ് ഗേസ്. അപ്പോൾ ഒന്നിട്ടെല്ലായിട്ട് കാണാം. ട്രെയിനിൽ കയറുമ്പോൾ ഉണ്ടായതിനെക്കാട്ടി ഫുള്ളാളായി ഇപ്പോൾ. ഫുൾ ക്രൗഡ് ഗേസ്. വണ്ടീൻ്റെ ഉള്ളിൽ എല്ലാവരും നോക്കുന്നുണ്ട്. എന്ത് കഥ പയ്യോൻ എന്താ ആക്കുന്നെല്ലാം നോക്കുന്നുണ്ട്. എല്ലാവരും തിരക്ക്. ഇവിടുത്തെ ജീവിതം എന്ന് അറിയുന്നില്ല, ഭയങ്കര ബിസി. മൊബൈലിൽ ഫുൾ ബിസി ജീവിതമാണ് ഇവിടുത്തെ. എല്ലാവരും ഫോൺ. എന്താ വ്ളോഗ് എടുക്കുമ്പോൾ ഇങ്ങനത്തെ ഓരോരു ചൊറയെല്ലാം ഉണ്ടാവും പറഞ്ഞാൽ അതെല്ലാം ഇതിൽ കേൾക്കൂ. അതിനിപ്പോൾ എന്താക്കണം, ആരും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ജീവിതം അല്ലെങ്കിൽ എല്ലാവരും മൊബൈലാണ് ഫുൾ. എവിടെ നോക്കിയാലും മൊബൈൽ. ഇവിടെ തിരക്കിട്ട ജീവിതം. എല്ലാവർക്കും മൊബൈലായി ഓരോരോ പാടായി. ഞമ്മ എന്ത് ചെയ്യുന്നുണ്ടോ, ഞമ്മ എന്താക്കുന്നുണ്ടോ, അതൊന്നും ആർക്കും അറിയണ്ട. ഫൈനലി നമ്മ മുംബൈക്ക് എത്തിയിരിപ്പോൾ എത്ര സമയം? 1:37 നമ്മളിപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ള പൈച്ചിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ തിന്നാൻ വന്നിട്ടുള്ളതാണെങ്കിൽ നമ്മൾ തിന്നാൻ വന്ന ഹോട്ടല് ഗണകാര്യമായ ഒരു ഹോട്ടലിൽ തിന്നാൻ വന്നിട്ടുള്ളതാണെങ്കിൽ എല്ലാവരും ഉണ്ട്. ഫുഡ് കഴിക്കുന്നുണ്ട്. തിരക്കാണ്. രാത്രി ആയെങ്കിലും ഇവിടെ 1:38 എന്നാലും ഈ ടൈമിൽ ഹോട്ടലെല്ലാം ഉണ്ട്. ഫ്രൈഡ് റൈസ് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. നല്ല ഫ്രൈഡ് റൈസ് ഇപ്പോൾ വരും. നല്ല ചിക്കൻ ലോലിപോപ്പ് എത്തിയിട്ടുണ്ട്. 6 പീസിന് 150. അല്ല എങ്ങനെയുണ്ട്? അടിപൊളിയാ? പൊള്ളി അടിപൊളി സാധനം വന്നിട്ടുണ്ട് ഗൈസ്. 150 ഉറുപ്പിക്ക് 6 പീസ്. 1 2 3 4 5 6 പീസ് കിട്ടും സെറ്റ്. ഞാൻ തിന്ന് നോക്കുന്നത്. ഫ്രൈഡ് റൈസ് എത്തിയിട്ടുണ്ട്.
ഫ്രൈഡ് റൈസ് ലോലിപോപ്പ് ഇടയിച്ചു നല്ല ഉണ്ടാവും തോന്നുന്നു. ഒന്നെന്നെ എടുത്തത് എന്താ വെച്ചെങ്കിൽ കുന്നിട്ട് നോക്കിയിട്ട് ബാക്കി എടുക്കാറുണ്ട്. നല്ല ഫ്രൈഡ് റൈസ് ഞങ്ങൾക്ക് ഇത് ഒന്നെന്നെ മതി, ധാരാളം കുറേ ഉണ്ട് കേസ്. നല്ല അടിപൊളി 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 ഗൈസ്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ പോവുകയാണ് ഗൈസ്. ഹോട്ടലിൻ്റെ പേര് ഓക്കെ, ഹോട്ടലിൻ്റെ പേര് BK. അപ്പോൾ രാത്രി 1 മണി വരെ ഷോപ്പുണ്ട്. നാളെ ഇങ്ങനെ നടക്കുകയാണ് ഗൈസ്. രാത്രി ഏകദേശം ഇപ്പം എത്ര ആയിട്ടുണ്ടാവും സമയം കഴിച്ചു? നമ്മൾ തിന്നിട്ട് 2 മണി. ഈ ബോംബെ എല്ലാവരും പറയുന്നത് ഭയങ്കര അത് ഇത് എന്നെല്ലാം പറയുന്നത്. അപ്പോൾ ആൾക്കാർക്ക് വേണ്ടി നമ്മൾ മുമ്പിൽ കാണിച്ചു കൊടുക്കാമല്ലോ നാട് എങ്ങനെ എത്രത്തോളം സേഫ്റ്റി ഉണ്ട് ഈ നാട്. അങ്ങനെയാണ് ഞാൻ പറയുന്നത്. സമയം 2 മണിക്കും എല്ലാം അതൊന്നുമില്ല, ഫുഡെല്ലാം കിട്ടും. പള്ളിതാ ഒരു കാര്യമായ ജുമാ മസ്ജിദാണ്. ഇങ്ങനെ നടന്ന് പോവുകയാണ് കേസ്. റൂമിലേക്ക് പോകണതിന് റൂമിൽ പോയിട്ടായിട്ട് നല്ല ചേൽക്ക് കടന്നുറങ്ങണം. രാവിലെ എണിച്ചിട്ട് 2 ടീം വരുന്നുണ്ട്, കൂട്ടാൻ പോകണം. ഒരു 4 മണിക്ക് എത്തും വൈകുന്നേരം. നമ്മളെ പിന്നെ രാവിലെ എണിക്കെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത വീഡിയോ കാണുന്നത് വരേക്കും ബൈ ബൈ.